ഹായ് ഹലോ, മൈ നെയിം ഇസ് റൈസൻ റെഡ്നി ഫിലിപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാറ്റ ട്രിവാൻഡ്രം മോട്ടോഴ്സ് ആനേറ ഷോറൂമിലാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടാറ്റ ടിയാഗോ EV വെഹിക്കിളിനെ പറ്റിയാണ്. നിലവിൽ ഇന്ത്യയിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ടാറ്റ ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിളാണ്. നമുക്ക് വെഹിക്കിളിനെ പറ്റി വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റ് ആയിട്ടുള്ളൊരു സേഫ്റ്റി എൻഷ്യൂർഡ് വെഹിക്കിളാണ് ടാറ്റ ടിയാഗോ EV വരുന്നത്. പിന്നെ ഡിസൈൻ വൈസ് ആണെങ്കിലും ഓൾറെഡി ഉള്ള ടിയാഗോയുടെ സെയിം ഡിസൈനിൽ കുറച്ചുകൂടെ സ്പോർട്ടിഷ് ലുക്കിലാണ് പുതിയ ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നത്. നമുക്ക് ഡിസൈൻ വൈസ് സംസാരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രിൽസാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരുന്നത്. അതുപോലെ തന്നെ EVയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ടോട്ടലി ഒരു സ്പോർട്ടിഷ് ലുക്ക് കൊടുക്കുന്ന ഒരു ഹൂഡും ഡിസൈനുമാണ് വെഹിക്കിളിൽ വരുന്നത്. നമുക്ക് ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്ക് 2 ബാറ്ററി പാക്കിൽ 3 വേരിയൻസിലാണ് വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മിഡിൽ റേഞ്ചും ലോങ് റേഞ്ചും എന്നാണ് പറയുന്നത്. 315 സർട്ടിഫൈഡ് റേഞ്ച് വരുന്നതാണ് ലോങ് റേഞ്ച്, 250 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നതാണ് മിഡിൽ റേഞ്ച് എന്ന് പറയുന്നത്. മൊത്തം 3 വേരിയൻസ് വരുന്നുണ്ട്: ടിയാഗോ XC, XT ആൻഡ് XZ+. ഇതിൽ ബേസ്, അതായത് മിഡിൽ റേഞ്ചിൽ XCയിലും XTയിലും മിഡിൽ റേഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോങ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് XT എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻറ്റിലാണ്. XTയിലും XZ+ലുമാണ് വരുന്നത്. പിന്നെ നമുക്ക് XTയിലും XZ+ എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റിലും ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും നമുക്ക് വരുന്നുണ്ട്. ഇതിന് പുറമെ ഒരു പ്രീമിയം വേർഷൻ ആയിട്ടുള്ള ടെക്ലെക്സ് എന്ന് പറയുന്ന XZ+ൽ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഈ കിടക്കുന്ന വെഹിക്കിൾ XZ+ ടെക്ലെക്സ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്ന വെഹിക്കിളാണ്. പിന്നെ നമുക്ക് വേരിയൻറ്റ് വൈസ് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ബേസ് വേരിയൻറ്റ് XC വരുമ്പോഴത്തേക്ക് സേഫ്റ്റി എൻഷ്യൂർ ചെയ്യുന്ന വെഹിക്കിളാണ് XC എന്ന് പറയുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗാണ് വരുന്നത്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റ് കിട്ടിയിട്ടുള്ള റിജിഡ് ബോഡി സ്ട്രക്ചറിലും ഡയമെൻഷൻസിലും വരുന്ന വെഹിക്കിളാണ് XC എന്ന് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് XTയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫോടൈംസും സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഹർമൻ്റെ 7 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത് വിത്ത് ആപ്പിൾ ആൻഡ്രോയിഡ് കണക്ടിവിറ്റീസ്. നമുക്ക് സ്പോർട്സ് മോഡ് 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സിറ്റി ആൻഡ് സ്പോർട്സ് മോഡ്. നമുക്ക് വെഹിക്കിളിൻ്റെ പവേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 55 kWh 114 Nm ടോർക്കിൽ വരുന്ന ഇൻസ്റ്റൻറ്റ് ടോർക്ക് വെഹിക്കിളാണ് ഇലക്ട്രിക് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് 0 to 60 കിലോമീറ്റേഴ്സ് 5.7 സെക്കൻഡ്സിലാണ് വെഹിക്കിൾ പിക്കപ്പ് ചെയ്യുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള വെഹിക്കിളാണ് നമുക്ക് ഇലക്ട്രിക് വരുന്നത്. നമുക്ക് ടിയാഗോ EV വെഹിക്കിൾസ് മൊത്തം 5 കളർ ഓപ്ഷനിലാണ് വരുന്നത്. ഇത് മിഡ് നൈറ്റ് പ്ലം എന്ന് പറയുന്നൊരു പ്ലമ്മിൻ്റെ കളറാണ്. പിന്നെ നമുക്ക് വരുന്ന കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റിൽ അവൈലബിൾ ആണ്. പ്രിസ്റ്റീൻ വൈറ്റ്, ഡേറ്റോണ ഗ്രേ എന്ന് പറയുന്നൊരു കളറുണ്ട്, ട്രോപ്പിക്കൽ മിസ്റ്റ് എന്ന് പറയുന്നൊരു ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സിഗ്നേച്ചർ ടീൽ ബ്ലൂ എന്ന് പറയുന്ന ഇലക്ട്രിക്കിൻ്റെ ആ ഒരു പീക്കോ ഗ്രീൻ കളറും കൂടെ നമുക്ക് കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 8 lakhsലാണ്. നമുക്ക് ടോപ്പ് വേരിയൻറ്റ് 8 lakhs to 13 lakhsൽ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് 3 വേരിയൻ്റ് ആയിട്ട്. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ എന്തിന് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, നമുക്ക് ഒരു 1000 കിലോമീറ്റർ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ, ഇപ്പം ടാറ്റ തന്നെ ആവണമെന്നില്ല, ഏത് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് 1000 കിലോമീറ്ററിന് എറൗണ്ട് 1100 റുപ്പീസാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതായത് പെർ കിലോമീറ്ററിന് നമുക്ക് അറൗണ്ട് 1.1 സംതിങ് വരും. നമുക്ക് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് പെർ കിലോമീറ്ററിന് 1 rupees കോസ്റ്റിലാണ് നമുക്ക് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വെഹിക്കിളിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് 8 വർഷം എന്നുള്ളൊരു ലോങ് വാറണ്ടിയാണ് ബാറ്ററിക്കും മോട്ടറും ടാറ്റ എൻഷുർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ വെഹിക്കിളിന് 3 വർഷത്തെ വെഹിക്കിൾ വാറണ്ടിയും 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ടാറ്റ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ടിയാഗോ EVയിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഫോഗ് ലാമ്പ്സും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രിൽസ് ആണ് EVയുടെ വരുന്നത്. നമുക്ക് 14 ഇഞ്ചിൻ്റെ ടയർ സൈസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമൽ വെഹിക്കിളിലെ ഫ്യൂൽ ലെഡ് വരുന്നിടത്തതിനാണ് നമുക്ക് ചാർജിങ്ങിൻ്റെ ലെഡ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വീട്ടിലുള്ള ചാർജിങ് ആണെങ്കിലും പുറത്തുള്ള DC ചാർജിങ് ആണെങ്കിലും കണക്ട് ചെയ്യുന്നത് ചാർജിങ് ലെഡ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് റിയറിലോട്ട് വരുമ്പോഴത്തേക്ക് റിയർ ഡീഫോഗേഴ്സ് ലൈൻസും അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സും വരുന്നുണ്ട്. നമുക്ക് വെഹിക്കിൾ കുറച്ചുകൂടെ സ്പോർട്ടി ഷുക്ക് എടുക്കാൻ വേണ്ടി കുഞ്ഞ് സ്പോയിലേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ ടാറ്റയുടെ 24 വേർഷൻ ലോഗോ വരുന്നുണ്ട്. Tiago.ev നമുക്ക് മിഡ് നൈറ്റ് പ്ലം വരുമ്പോഴത്തേക്ക് ബ്ലാക്കിലാണ് ബാഡ്ജിങ് വരുന്നത്. റിവേഴ്സ് ക്യാമറയും സെൻസേഴ്സും വരുന്നുണ്ട്. ഇലക്ട്രിക്കലി ആണ്, ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി ടെയിൽ ഗേറ്റ് റിലീസിന് വേണ്ടിയിട്ട്. നമ്മുടെ വെഹിക്കിളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രിക് ബാറ്ററി എന്ന് പറയുന്നത് ആക്ച്വലി ബെഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് ഒട്ടും കോംപ്രമൈസ് ആവുന്നില്ല. നോർമൽ ടിയാഗോയുടെ അത്രയും തന്നെ ബൂട്ട് സ്പേസ് നമുക്ക് ഇലക്ട്രിക്കലിലും കിട്ടുന്നുണ്ട്. 240 ലിറ്റർ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ കൂടെ തന്നെ നോർമൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ചാർജിങ് ഗണ്ണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ വീട്ടിലല്ല പുറത്താണെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് 15 ആംപിയറിൻ്റെ ഒരു സോക്കറ്റാണ് വരുന്നത്. നമുക്കൊരു പ്ലഗ് പോയിൻ്റ് ആണ് വരുന്നത്. ഒരു 15 ആംപിയർ നമ്മൾ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്ത് നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലി 2 ചാർജിങ് ഓപ്ഷൻസ് ആണ് വരുന്നത് വീട്ടിനകത്ത്. AC ചാർജിങ് വരുമ്പോഴത്തേക്ക് 3.3യുടെ സ്ലോ ചാർജറാണ് മാനുവലി ഉണ്ടാവുന്നത്. പിന്നെ 7.2ൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് XZ+ തൊട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് പുറത്തുള്ള DC ചാർജിങ്ങും അവൈലബിൾ ആണ്. ചാർജിങ് അവേഴ്സ് എത്ര എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം വീടിനകത്തുള്ള സ്ലോ ചാർജ് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 8 തൊട്ട് 9 മണിക്കൂർ വരെയാണ് നമുക്ക് വീട്ടിലുള്ള AC ചാർജിങ്ങിൽ ടൈം എടുക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3.5 തൊട്ട് 4 മണിക്കൂറാണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ വീട്ടിൽ ടൈം എടുക്കുന്നത്. ഇതിന് പുറമെ DC ചാർജിങ്ങും അവൈലബിൾ ആണ്. DC ഫാസ്റ്റ് ചാർജിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് 56 മിനിറ്റാണ് നമുക്ക് 0 to 80% ചാർജ് എടുക്കുന്നത് ടൈം. നമുക്ക് വെഹിക്കിളിൻ്റെ കൂടെ തന്നെ പഞ്ചർ റിപ്പയർ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രീമിയം ടച്ച് വരുന്ന ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ തന്നെ പിയാനോ ബ്ലാക്കിനകത്താണ് നമ്മുടെ AC വെൻസ് വരുന്നത്. അതിലും ഒരു ഹ്യൂമാനിറ്റി ലൈൻ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള D ഷേപ്ഡ് ടാറ്റയുടെ 2.0 ഡിസൈനിൽ വരുന്ന സ്റ്റിയറിംഗ് വീൽസാണ് വരുന്നത്. ഇതിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻറ്ററിൽ നമുക്ക് ഹോണുണ്ട്, എയർ ബാഗ് ഉള്ളതുകൊണ്ട് കുറച്ച് ഹാർഡായിരിക്കും. 2 സൈഡിലാണ് കംഫർട്ടായിട്ട് നമുക്ക് ഹോൺസ് വരുന്നത്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ അതർ സ്പെക്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ ഒരു വൈറ്റ് തീംഡ് വരുന്നുണ്ട്. സീറ്റ്സ് ആണെങ്കിലും ലെതറേറ്റ് ആണ്. നമുക്കൊരു പ്രീമിയം ഫിനിഷ് വരുന്ന ഒരു ലെതറേറ്റ് സീറ്റ്സ് ആണ് വൈറ്റ് സീറ്റ്സ് വരുന്നത്. ഒരു സീറ്റ് വെന്റിലേഷൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രീമിയം സീറ്റ്സ് ആണ്. പക്ഷേ സീറ്റ് വെന്റിലേഷൻസ് ടിയാഗോ EVയിൽ വരുന്നില്ല. നമുക്ക് ടെമ്പറേച്ചർ ഓട്ടോ കൺട്രോൾഡ് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾസ് വരുന്നത്. നമ്മുടെ ഹർമൻ്റെ ആണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. 4 സ്പീക്കേഴ്സും 4 ട്വീറ്റേഴ്സും ഹർമനാണ് നമ്മളെ പവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെഹിക്കിളിൽ റീജൻ മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ടോട്ടലി 4 തരത്തിൽ റീജൻ മോഡ്സ് വരുന്നുണ്ട്. 0, 1, 2, 3 എന്നുള്ള 4 തരത്തിൽ റീജൻ മോഡ്സ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഒരു നല്ല ട്രാഫിക് കണ്ടീഷൻസിൽ, ഒരു കൺജസ്റ്റഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് കണ്ടീഷൻസിൽ പോകുമ്പോഴത്തേക്കും ഒരു റീജൻ മോഡ് ലെവൽ 3 ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതായത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് കിട്ടും. നമ്മൾ ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്താൽ മതിയാവും, ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പം തന്നെ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അതിലാണ് നമ്മുടെ വെഹിക്കിൾ ചാർജ് ആവുന്നത്.
സോ നമുക്ക് കുറച്ചുകൂടെ മൈലേജും കൂടുതൽ കിട്ടും, അതായത് റീജൻ മോഡ് വെച്ചിട്ട്. പിന്നെ നമുക്ക് നല്ല ലോങ് ഒക്കെ, അതായത് ഒരു സ്മൂത്ത് ഡ്രൈവിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഓവർടേക്കിങ് അല്ലെങ്കിൽ ഒരു ഹൈവേ ഒരു സ്മൂത്ത് ഡ്രൈവിൽ കൂടുതൽ ആക്സിലറേഷൻ നമുക്ക് നീഡുള്ള സമയത്ത് റീജൻ മോഡ്സ് മാക്സിമം മിനിമം ആക്കി ഇടുക. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അതല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ എനർജി ഫ്രം ദ ബാറ്ററി യൂസ് ചെയ്യേണ്ടി വരും. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. റീജൻ മോഡ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടും. വെഹിക്കിൾ നമുക്ക് 2 ഡ്രൈവ് മോഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സിറ്റി മോഡിലായിരിക്കും. നമുക്ക് പിന്നെ ബൈ ഡ്രൈവിങ് തന്നെ ടിൽറ്റ് ചെയ്ത് സ്പോർട്സ് മോഡിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കീലെസ് എൻട്രി ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് കീയിലോട്ട് വരുമ്പോഴത്തേക്ക് ലോക്കിങ്ങും സെൻട്രൽ ലോക്കിങ്ങും അൺലോക്കിങ്ങും അതുപോലെ തന്നെ ഫോളോ മീ ഹോം ലാംപ്സും ടെയിൽ ഓപ്പണിങ്ങും ടെയിൽ റിലീസിൻ്റെയും ബട്ടൺസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRVMs വരുന്നുണ്ട്. അതുപോലെ തന്നെ വാനിറ്റി മിറേഴ്സ് വെഹിക്കിൾ വരുന്നുണ്ട്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് ടിയാഗോ EVയിൽ നമുക്ക് കിട്ടുന്നത്. ഫാമിലീസായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു മാക്സിമം നല്ല ഹെഡ് റൂം കൊടുക്കുന്ന ഒരു വെഹിക്കിൾ. ഞാനിപ്പം ഓൾറെഡി ഞാൻ 6 ഫീറ്റ് ഹൈറ്റാണ്. എനിക്ക് തന്നെ നല്ല ഒരു ഹെഡ് റൂം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ നല്ല ബൂട്ട് സ്പേസ് ഉൾപ്പെടെ വരുന്ന എവിടെയും ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സേഫ്റ്റി വെഹിക്കിളാണ് ടിയാഗോ EV എന്നുള്ളത്. നമുക്ക് വെഹിക്കിളിൻ്റെ കൂടെ അഡീഷണൽ ടെക് സപ്പോർട്ടും കൂടെ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇസഡ് കണക്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് വെഹിക്കിളിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോണിൽ വഴി തന്നെ വെഹിക്കിൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. വെഹിക്കിളിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ബാറ്ററി പെർസെൻറ്റേജ്, വെഹിക്കിളിൻ്റെ ലോക്ക് അൺലോക്ക് തുടങ്ങിയ ഒരു 45ഓളം ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക് സപ്പോർട്ടാണ് സി കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിന് പുറമെ നമുക്ക് തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം കേരളത്തിൽ അറൗണ്ട് 300+ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. നമുക്കപ്പം എവിടെയൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സി കണക്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്.